സെക്കൻഡ് സെമിസ്റ്ററിലെ എൻവിറോൺമെൻറ്റൽ എഡ്യൂക്കേഷനിലെ തേർഡ് ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എൻവിറോൺമെൻറ്റൽ പൊല്യൂഷൻ, ഹസാർഡ്സ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് എന്നാണ് ചാപ്റ്ററിൻ്റെ പേര്. സോ ഇപ്പോൾ ഹെഡിങ് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഡിഫറെൻറ്റ് എൻവിറോൺമെൻറ്റൽ പൊല്യൂഷൻസിനെ കുറിച്ചും ഹസാർഡ്സിനെ കുറിച്ചും ദെൻ ഡിസാസ്റ്റേഴ്സിനെ കുറിച്ചും ഹൗ ടു മാനേജ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പം എന്താണ് എൻവിറോൺമെൻറ്റൽ ഡീഗ്രഡേഷൻ എന്നുള്ളൊരു കാര്യത്തിനെക്കുറിച്ച് നമുക്ക് നല്ലൊരു ക്ലിയർ ആയിട്ടുള്ള ഒരു ഐഡിയ വേണം. അതായത് നമ്മുടെ നാച്ചുറൽ എൻവിറോൺമെൻറ്റ് അതിൻ്റെ ഫിസിക്കലി, കെമിക്കലി, ബയോളജിക്കലി ഉള്ള നാച്ചുറലി ഉള്ള ആ ഒരു കാര്യം നഷ്ടപ്പെടുന്നതിനെയാണ് നമ്മൾ എൻവിറോൺമെൻറ്റൽ ഡീഗ്രഡേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ നമുക്കറിയാം വാട്ടർ ആകുമ്പോൾ അതിനൊരു ഫിസിക്കൽ നേച്ചർ ഉണ്ടല്ലേ, അതിനൊരു കളർലെസ് ആണ്, അതിനൊരു ഫ്ലോ ചെയ്യാൻ പറ്റും, അതൊക്കെ അതിൻ്റെ ഫിസിക്കൽ നേച്ചറാണ്. കെമിക്കലി എന്താണ്, അതിൻ്റെ കെമിക്കൽ ഫോമുല H2O ആണ്, അതിലെ 2 ഹൈഡ്രജൻ 1 ഓക്സിജൻ കമ്പൈൻ ചെയ്യുന്നതിൻ്റെ റേഷ്യോ കാര്യങ്ങൾ, അങ്ങനെ കെമിക്കൽ പ്രോപ്പർട്ടീസും ഉണ്ട് വാട്ടറിന്. അതുപോലെ ബയോളജിക്കൽ നേച്ചറുണ്ട്. പക്ഷേ അതിലൊരു പൊല്യൂട്ടഡ് ആവുന്ന സമയത്ത് അതിൻ്റെ കെമിക്കൽ ഫോമുല ചേഞ്ച് ചെയ്യാം, അതിൻ്റെ നേച്ചർ ചേഞ്ച് ചെയ്യാം, കളർ ചേഞ്ച് ചെയ്യാം. സോ അപ്പോൾ ഇതിനൊക്കെയാണ് നമ്മളത് നശിക്കുക, ഡീഗ്രേഡ് ചെയ്തു എന്ന് പറയാം അല്ലേ. അതുതന്നെയാണ് എൻവിറോൺമെൻറ്റൽ ഡീഗ്രഡേഷൻ എന്നുള്ള ടേം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതായത് നിലവിലുള്ള എൻവിറോൺമെൻറ്റിൻ്റെ നാച്ചുറലായിട്ടുള്ള ഫിസിക്കൽ, കെമിക്കൽ, ബയോളജിക്കൽ പ്രോപ്പർട്ടീസ് ചേഞ്ച് ചെയ്യുന്നതിനെയാണ് എൻവിറോൺമെൻറ്റൽ ഡീഗ്രഡേഷൻ എന്നുള്ളൊരു ടേം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഡിഫറെൻറ്റ് ആക്ടിവിറ്റീസിലൂടെ ത്രൂ ഡിഫറെൻറ്റ് പൊല്യൂഷൻസിലൂടെയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, എൻവിറോൺമെൻറ്റൽ ഡീഗ്രഡേഷൻ നടക്കുന്നുണ്ട്. മെയിനായിട്ടുള്ള എൻവിറോൺമെൻറ്റൽ ഡീഗ്രഡേഷനാണ് ലാൻഡ് ഓർ സോയിൽ ഡീഗ്രഡേഷൻ, വാട്ടർ ഡീഗ്രഡേഷൻ, അറ്റ്മോസ്ഫറിക് ഡീഗ്രഡേഷൻ എന്നുള്ള ഈ 3 ടൈപ്പ് ഓഫ് ഡീഗ്രഡേഷൻ. അപ്പം ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ മെയിനായിട്ടും ഡിസ്കസ് ചെയ്യുന്നത് ഈ 3 ടൈപ്പ് ഓഫ് ഡീഗ്രഡേഷനെയാണ് കേട്ടോ. അപ്പം ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡീഗ്രഡേഷനും ഡിഫറെൻറ്റ് കോസസ് ഉണ്ട്. ലൈക്ക് ഇപ്പം ലാൻഡ് ആൻഡ് സോയിൽ ഡീഗ്രഡേഷൻ ആണെങ്കിൽ അതിന് ഒരുപാട് റീസൺസ് ഉണ്ട്. വാട്ടർ ഡീഗ്രഡേഷൻ ഒരുപാട് റീസൺസ് ഉണ്ട്. അറ്റ്മോസ്ഫറിക് ഡീഗ്രഡേഷനും ഒരുപാട് കാരണങ്ങളുണ്ട്. അതിൽ ലാൻഡ് ആൻഡ് സോയിൽ ഡീഗ്രഡേഷൻ നോക്കുകയാണെങ്കിൽ മെയിനായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒന്നാണ് ഡീഫോറസ്റ്റേഷൻ, ഓവർ ഗ്രേസിങ്, അതുപോലെ തന്നെ എക്സസീവ് യൂസ് ഓഫ് ഫെർട്ടിലൈസേഴ്സ് ആൻഡ് പെസ്റ്റിസൈഡ്സ്, അതുപോലെ തന്നെ വേസ്റ്റ് ലാൻഡ്, ഇംപ്രോപ്പർ ക്രോപ്പ് റൊട്ടേഷൻ, ലാൻഡ് സ്ലൈഡ്, ഡിസർട്ടിഫിക്കേഷൻ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു ലാൻഡ് ആൻഡ് സോയിൽ ഡീഗ്രഡേഷന് കാരണമാവുന്നുണ്ട്. അതുപോലെ തന്നെ വാട്ടർ ഡീഗ്രഡേഷൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ നമ്മൾ ഇൻഡസ്ട്രിയൽ വേസ്റ്റൊക്കെ, അതുപോലെ ഹോമിലെ വേസ്റ്റൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, വെള്ളത്തിലേക്ക് തട്ടുമ്പോൾ ഉള്ള പ്രശ്നങ്ങൾ, അതുപോലെ മൈനിങ് ആക്ടിവിറ്റീസ്, മറൈൻ ഡംപിങ്, ഓയിൽ സ്പില്ലേജ്, ഓവർ യൂസേജ് ഓഫ് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സും പെസ്റ്റിസൈഡ്സും ഒക്കെ ഉണ്ടാകുമ്പോൾ എന്താണ്, ആഫ്റ്റർ ദ റെയിൻ ഈ പെസ്റ്റിസൈഡ്സും കാര്യങ്ങളൊക്കെ സോയിൽ ത്രൂ എന്ത് ചെയ്യുന്നുണ്ട്, ഇതുപോലെയുള്ള വാട്ടർ റിസോഴ്സുകളിലേക്ക് എത്തുന്നുണ്ട്. സോ അപ്പോൾ ഇതൊക്കെ ഒരു ഫുള്ളായിട്ടുള്ളൊരു വാട്ടർ റിസോഴ്സിൻ്റെ ഡീഗ്രഡേഷന് കാരണമാവുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ലാൻഡ് ഫിൽസ് കാര്യങ്ങളിൽ വരുന്ന ലീക്കേജും അർബൻ ഡെവലപ്മെൻറ്റും ഒക്കെ ഇതിനൊരു കാരണം തന്നെയാണ്. ദെൻ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് അറ്റ്മോസ്ഫറിക് ഡീഗ്രഡേഷൻ. അറ്റ്മോസ്ഫറിക് ഡീഗ്രഡേഷൻ്റെ മെയിൻ കാര്യം സ്മോക്ക് തന്നെയാണ്. നമ്മുടെ വെഹിക്കിൾസിൽ നിന്ന് വരുന്ന പുകയായിക്കോട്ടെ, ഈ ഫാക്ടറീസിൽ നിന്ന് വരുന്ന പുകയായിക്കോട്ടെ, അങ്ങനെ ഡിഫറെൻറ്റ് ഓഡേഴ്സ്, കൂടുതലായിട്ട് പെർഫ്യൂംസ് യൂസ് ചെയ്യുന്നത്, അങ്ങനെ ഡിഫറെൻറ്റ് ഓഡേഴ്സും അതുപോലെ സ്മോക്ക്, ഫ്യൂവൽ കാര്യങ്ങളൊക്കെ അറ്റ്മോസ്ഫറിക് ഡീഗ്രഡേഷനും കാരണമാവുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് മെയിൻ കോസ് ഓഫ് അറ്റ്മോസ്ഫറിക് ഡീഗ്രഡേഷനിൽ നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ടോട്ടലി എൻവിറോൺമെൻറ്റൽ ഡീഗ്രഡേഷനും റീസൺ ആവുന്നത്. അപ്പോൾ അതിൽ ഇത്രയും കാരണങ്ങൾ ഉണ്ടാവണമെങ്കിൽ തന്നെ അവിടെ പോപ്പുലേഷൻ ഗ്രോത്ത് ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണല്ലേ. അതായത് നമ്മുടെ പോപ്പുലേഷൻ ഗ്രോ ചെയ്യുന്നതുകൊണ്ട് തന്നെ എല്ലാവരും ഈ എൻവിറോൺമെൻറ്റിനെ യൂസ് ചെയ്യുന്നവരായതുകൊണ്ട് തന്നെ അവിടെ ആ ഒരു ഡീഗ്രഡേഷൻ കാര്യങ്ങളുടെ ആ ഒരു പെർസെൻറ്റേജ് കൂടാൻ ഇത് പെട്ടെന്ന് കാരണമാവുന്നുണ്ട്. അതുപോലെ തന്നെ നാച്ചുറൽ റിസോഴ്സസിൻ്റെ എക്സ്പ്ലോയിറ്റേഷനും ഇൻഡസ്ട്രി റിസോഴ്സസിൻ്റെ ന്യൂ ഇൻഡസ്ട്രീസിൻ്റെ എമേർജിങ് ഒക്കെ ഇതിന് കാരണമാവുന്നുണ്ട്. അപ്പോൾ പലപ്പോഴും നമ്മൾ നാച്ചുറൽ റിസോഴ്സസ് നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് അത് നെക്സ്റ്റ് തലമുറയ്ക്കുള്ളതാണെന്നുള്ള അവെയർനെസ് ഇല്ലാണ്ടാണല്ലോ യൂസ് ചെയ്യുന്നത്. പലരും ഡിഫറെൻറ്റ് രീതിയിൽ ഓവറായിട്ട് യൂസ് ചെയ്യുന്നു. നമുക്ക് കിട്ടുന്ന അവൈലബിലിറ്റിക്ക് അനുസരിച്ച് നമ്മൾ യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ അപ്പോൾ അത് നെക്സ്റ്റ് ജനറേഷന് നമ്മൾ കരുതി വെക്കണം എന്നുള്ള അവെയർനെസ് പലരും, അല്ലെങ്കിൽ ആ ഒരു കാര്യം പലരും ചെയ്യുന്നില്ല. അതുപോലെ തന്നെ നമുക്കറിയുന്ന അർബണൈസേഷനിലെ നമ്മൾ ഡെവലപ്ഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കൂടുതലായിട്ട് ഇൻഡസ്ട്രീസ് വരുന്നതും ഫാക്ടറീസ് വരുന്നതും ഒക്കെ ഈ ഒരു ഡീഗ്രഡേഷന് കാരണമാവുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ നോക്കിയാൽ നമുക്കറിയാമല്ലോ ഗാസയിലൊക്കെയുള്ള വാറ് കാര്യങ്ങൾ, അതുപോലെ ഇന്ത്യ പാകിസ്ഥാൻ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ കാര്യം. അപ്പം അതൊക്കെ ത്രൂ ഒരുപാട് പൊല്യൂഷൻസ് ഉണ്ടാവുന്നുണ്ട്. അത് ഹ്യൂമൻസിനെയും ആനിമൽസിനെയും പ്ലാന്റ്സിനെയും ലാൻഡിനെയും അറ്റ്മോസ്ഫിയറിനെയും ഒക്കെ ഭയങ്കര ബാഡായിട്ടാണ് എഫക്റ്റ് ചെയ്യുന്നത്. ഒരുപാട് റിസോഴ്സസ് നശിക്കാനും ഒരുപാട് ലൈഫ്സ് നശിക്കാനും ഒക്കെ ഇത് കാരണമാവുന്നുണ്ട്. ഇങ്ങനെ ഡിഫറെൻറ്റ് റീസൺസ് നമുക്ക് ഡീഗ്രഡേഷന് പറയാൻ പറ്റും.
സോ അപ്പോൾ അത്രയാണ് ഒരു ഡീഗ്രഡേഷൻ, എൻവിറോൺമെൻറ്റൽ ഡീഗ്രഡേഷൻ എന്നുള്ളൊരു ടേമിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ടത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്ന ഒരു ടോപ്പിക്കാണ് എൻവിറോൺമെൻറ്റൽ പൊല്യൂഷൻ. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എൻവിറോൺമെൻറ്റൽ പൊല്യൂഷനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. മെയിനായിട്ടും എയർ പൊല്യൂഷൻ, വാട്ടർ പൊല്യൂഷൻ, സോയിൽ പൊല്യൂഷൻ, ലൈറ്റ് പൊല്യൂഷൻ, നോയിസ് പൊല്യൂഷൻ, സോളിഡ് വേസ്റ്റ് പൊല്യൂഷൻ, റേഡിയോ ആക്റ്റീവ് പൊല്യൂഷൻ, ഇങ്ങനെ ഡിഫറെൻറ്റ് പൊല്യൂഷൻസ് നമ്മൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. ഈ പൊല്യൂഷൻസിനെ കുറിച്ചൊക്കെ നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്പോൾ എന്താണ് പൊല്യൂഷൻ എന്ന് വെച്ചാൽ ഒരു എൻവിറോൺമെൻറ്റിൻ്റെ സ്വാഭാവിക അതായത് അതിൻ്റെ ഫിസിക്കൽ, കെമിക്കൽ, ബയോളജിക്കൽ നേച്ചറിനെ നശിപ്പിക്കുന്നതിനെയാണ് പൊല്യൂഷൻ എന്ന് പറയുക. അത് നശിപ്പിക്കുന്ന സബ്സ്റ്റൻസാണ് പൊല്യൂട്ടൻസ് എന്ന് പറയുന്നത്. സോ ആരാണോ ഇത് കോസ് ചെയ്യുന്നതാണ് പൊല്യൂട്ടൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ലിക്വിഡ് ആവാം, സോളിഡ് നേച്ചർ ആവാം, അല്ലെങ്കിൽ കാഷ്വസ് നേച്ചറൊക്കെ പൊല്യൂട്ടൻസ് ആവാം. ഓക്കെ, ലൈക്ക് ഇപ്പം ഇൻഡസ്ട്രിയിൽ നിന്നാണെങ്കിൽ ഇൻഡസ്ട്രിയൽ വേസ്റ്റ് കാര്യങ്ങൾ, ഫെർട്ടിലൈസേഴ്സ്, കാർബൺ മോണോക്സൈഡ്, കാർബൺ ഡൈ ഓക്സൈഡ്, ഡിഫറെൻറ്റ് ഫ്ലോറിൻ, ക്ലോറിൻ ഗ്യാസസ് കാര്യങ്ങൾ, കെമിക്കൽസ്, ഡസ്റ്റ്, റേഡിയേഷൻസ്, ഇതൊക്കെ ആക്ച്വലി എന്ത് ചെയ്യുന്നുണ്ട്, എൻവിറോൺമെൻറ്റിനെ നശിപ്പിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇതൊക്കെ ആക്ച്വലി എന്താണ്, പൊല്യൂട്ടൻസിൽ നമുക്ക് പറയാൻ പറ്റുന്നതാണ്. അപ്പോൾ ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ നോക്കാൻ പോകുന്നത് സോയിൽ പൊല്യൂഷനാണ്. അപ്പോൾ സോയിലിൻ്റെ ഒരു കെമിക്കൽ, ഫിസിക്കൽ, ബയോളജിക്കൽ നേച്ചർ നശിപ്പിക്കുമ്പോഴാണ് നമ്മളതിനെ സോയിൽ പൊല്യൂഷൻ ആവുക, അല്ലെങ്കിൽ ആ സോയിൽ പൊല്യൂട്ടഡായി നമ്മൾ പറയാം അല്ലേ. അതായത് നമ്മളിപ്പം ഹൗസ് ഹോൾഡ് വേസ്റ്റൊക്കെ അതിലേക്ക് തട്ടുക, അതിൽ ഡിഫറെൻറ്റ് കെമിക്കൽസ് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ അഗ്രികൾച്ചറിന് വേണ്ടിയിട്ട് അതിനെ ഡിഫറെൻറ്റ് രീതിയിൽ യൂസ് ചെയ്യാം. ഇങ്ങനെ ഡിഫറെൻറ്റ് കാര്യങ്ങൾ ചെയ്യുമ്പോൾ എന്താണ്, ഇവിടെ സോയിൽ ആക്ച്വലി പൊല്യൂട്ടായിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പം ഈ രീതിയിലൊക്കെ നമുക്ക് പൊല്യൂഷൻസ് കാര്യങ്ങളെ ഒക്കെ നമുക്കിതിൽ പറയാൻ പറ്റും. ഡീഫോറസ്റ്റേഷൻ കാരണവും അതുപോലെ തന്നെ ഓവറായിട്ട് നമ്മൾ പെസ്റ്റിസൈഡ്സ് കാര്യങ്ങൾ യൂസ് ചെയ്യുന്നതും ഓവറായിട്ട് ഇൻഡസ്ട്രിയലൈസ് ചെയ്യുന്നതൊക്കെ സോയിൽ പൊല്യൂഷന് കാരണമാവുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, സോയിൽ പൊല്യൂഷനിൽ മനസ്സിലാക്കി വെക്കുക കേട്ടോ. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതാണ് വാട്ടർ പൊല്യൂഷൻ. സോ നമുക്കറിയാം വാട്ടർ എന്ന് വെച്ചാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റിസോഴ്സാണല്ലേ വാട്ടർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഡിഫറെൻറ്റ് രീതിയിൽ നമ്മൾ വാട്ടർ പൊല്യൂട്ട് ചെയ്യുന്നുണ്ട്. ലൈക്ക് ഇപ്പോൾ ഇൻഡസ്ട്രിയൽ വേസ്റ്റ് ആയാലും മുനിസിപ്പൽ വേസ്റ്റ് ആയാലും അഗ്രികൾച്ചർ വേസ്റ്റ് ആയാലും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, പൊതുവേ ഇതെല്ലാം തള്ളുന്നത്, ഒഴുക്കി വിടുന്നത് പൊതുവേ ഏറ്റവും അടുത്തുള്ള ഏതെങ്കിലും വാട്ടർ റിസോഴ്സസിലേക്കാണ്. ഓക്കെ, നമ്മുടെ അവിടെ നിന്ന് വേസ്റ്റ് ഒഴിവാക്കുന്ന മാത്രമായിരിക്കുന്നു. പക്ഷേ ഈ വേസ്റ്റൊക്കെ പിന്നെ പോയിട്ട് കടലിലോ അല്ലെങ്കിൽ ഏതെങ്കിലും പുഴയിലോ ഒക്കെ ഡംപാവാണ് ചെയ്യുന്നത്. സോ അപ്പോൾ അത് ടോട്ടൽ വാട്ടർ പൊല്യൂട്ടാവാനും അത് മൊത്തത്തിൽ നശിക്കാനൊക്കെ കാരണമാവുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഈ ഒരു ഗ്ലോബൽ വാർമിംഗ് കാരണം എന്ത് ചെയ്യുന്നുണ്ട്, അറ്റ്മോസ്ഫിയർ ടെമ്പറേച്ചർ കാര്യങ്ങൾ ഇമ്പ്രൂവ് ചെയ്തിട്ട് ഈ സീ വാട്ടറിൻ്റെയൊക്കെ ലെവൽ കൂടാനും മഞ്ഞുപാളികളൊക്കെ ഉരുകാനൊക്കെ കാരണമാവുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ആക്ച്വലി ഒന്നല്ലെങ്കിൽ ഒന്ന് ഒരു രീതിയിൽ വാട്ടർ പൊല്യൂഷൻ കാരണമാവുന്നുണ്ട്. സോ അപ്പോൾ ഇതൊക്കെ ആക്ച്വലി നമ്മുടെ വാട്ടറിനെ വളരെ ബാഡായിട്ടാണ് എഫക്റ്റ് ചെയ്യുന്നത്. സോ അപ്പോൾ ഇങ്ങനെ വാട്ടറിലേക്ക് നമ്മൾ ഈ ഒരു ഡസ്റ്റ് കാര്യങ്ങൾ, വേസ്റ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതോട് കൂടിയിട്ട് നമുക്ക് ഡ്രിങ്കിങ് വാട്ടറിന് ഷോർട്ടേജ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഗ്രൗണ്ട് വാട്ടർ കാര്യങ്ങൾ കുറയും. അതുപോലെ തന്നെ മറൈൻ ലൈഫിനെ, അതായത് അക്വാട്ടിക് ലൈഫിനെ ഇത് ബാധിക്കും. അപ്പോൾ ഇങ്ങനെ ഡിഫറെൻറ്റ് രീതിയിൽ നമ്മുടെ ഫുഡ് സൈക്കിളിനെയൊക്കെ ഇത് ബാധിക്കുന്നുണ്ട്. സോ അപ്പോൾ അതൊക്കെയാണ് നമുക്ക് വാട്ടർ പൊല്യൂഷനിൽ പറയാനുള്ളത്. ദ നെക്സ്റ്റ് വൺ ഈസ് എയർ പൊല്യൂഷൻ. സോ നമുക്കറിയാം നമ്മുടെ എയർ എന്ന് പറയുമ്പോൾ അതിൽ ഒരുപാട് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സാധനമാണല്ലോ എയർ എന്ന് പറയുമ്പോൾ. അതായത് നമ്മളിപ്പോൾ ശ്വസിക്കാൻ യൂസ് ചെയ്യുന്ന ഓക്സിജൻ ആയിക്കോട്ടെ, മറ്റ് ഗ്യാസസ് ആയിക്കോട്ടെ, എല്ലാം നമുക്ക് നമ്മുടെ ഒരു എക്സിസ്റ്റൻസിന് ആവശ്യമായിട്ടുള്ള ഗ്യാസാണ്. പക്ഷേ ഡിഫറെൻറ്റ് രീതിയിൽ ഇന്ന് എയർ പൊല്യൂഷൻ നടക്കുന്നുണ്ട്. ലൈക്ക് ഇപ്പോൾ വെഹിക്കിൾസിൽ നിന്ന് വരുന്ന പുക കാരണം, പവർ പ്ലാന്റ്സിൽ നിന്ന് വരുന്ന പുക കാരണം, കൺസ്ട്രക്ഷൻ ഡസ്റ്റ് കാരണം, നമ്മൾ ബേൺ ചെയ്യുന്നത് കാരണം, ഓപ്പൺ വേസ്റ്റൊക്കെ ഓപ്പൺ അറ്റ്മോസ്ഫിയറിൽ ബേൺ ചെയ്യുന്ന കാരണമൊക്കെ ഡിഫറെൻറ്റ് രീതിയിൽ നമ്മുടെ അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ എയർ ഇന്ന് പൊല്യൂട്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ എയർ പൊല്യൂഷൻ എങ്ങനെ കൺട്രോൾ ചെയ്യാമെന്ന് വെച്ചാൽ, ഒന്ന് ഈ ഫാക്ടറീസ് കാര്യങ്ങളൊക്കെ ഒരു പോപ്പുലേറ്റഡ് ഏരിയയിൽ നിന്നും ഒരു പെർട്ടിക്കുലർ ഡിസ്റ്റൻസിൽ വേണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഫാക്ടറീസിൻ്റെ ചിമ്മിനി കാര്യങ്ങളൊക്കെ നല്ല ഹൈറ്റിൽ വേണം പൊക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഈ ഫാക്ടറീസിൽ നിന്നുണ്ടാകുന്ന പുക ഡയറക്റ്റ് പുറത്തുവിടുക, അതിനെ ഫിൽട്ടർ ചെയ്തിട്ട് അതിൽ ഏറ്റവും അപകടകരമായിട്ടുള്ള കാര്യങ്ങളെയൊക്കെ എന്തെങ്കിലും ഇതുപോലെ ന്യൂട്രലൈസ് ചെയ്തിട്ടൊക്കെ പുറത്ത് വിടാൻ പോലുള്ള സംവിധാനങ്ങൾ കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. അതുപോലെ സ്മോക്കിംഗ് കാര്യങ്ങളൊക്കെ ബാൻ ചെയ്യേണ്ടതുണ്ട്. അതുപോലെ വെഹിക്കിൾസിലായാലും പുക പരിശോധന കാര്യങ്ങൾ, അങ്ങനത്തെ സർട്ടിഫിക്കറ്റ്സ് കാര്യങ്ങളൊക്കെ നിർബന്ധമാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ നമുക്കിപ്പോൾ ഇലക്ട്രിക്കൽ വെഹിക്കിൾസ് ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഈ നോൺ പൊല്യൂട്ടിങ് ഫ്യൂവൽസ് ട്രാൻസ്പോർട്ടേഷനിലേക്ക് ആക്ച്വലി നമുക്ക് മാറാൻ കുറച്ചുകൂടി ഈസിയാണ് അല്ലേ. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുക, ഫോറസ്റ്റ് കൂടുതലായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതോട് കൂടിയിട്ട് നമുക്ക് എയർ പൊല്യൂഷൻ എന്നുള്ളൊരു കാര്യം ഏറെക്കുറെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും.
ദ നെക്സ്റ്റ് വൺ ഈസ് റേഡിയേഷൻ പൊല്യൂഷൻ. ഇപ്പം റേഡിയേഷൻ എന്ന് പറഞ്ഞാൽ മോസ്റ്റ് പവർഫുൾ സോഴ്സ് ഓഫ് പൊല്യൂഷനാണ്. ഇത് റേഡിയേഷൻ പൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും മോസ്റ്റ് പവർഫുൾ സോഴ്സ് ഓഫ് പൊല്യൂഷനാണ്. ബിക്കോസ് റേഡിയേഷൻ എന്ന് വെച്ചാൽ അത്രയും പവർഫുൾ ആയിട്ടുള്ള സബ്സ്റ്റൻസ് ആണ് റേഡിയേഷൻസ്. അപ്പോൾ ഒരുപാട് എലമെൻറ്റ്സ്, റേഡിയോ ആക്റ്റീവായിട്ടുള്ള ഒരുപാട് എലമെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ ഇവരൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? റേഡിയേഷൻ പുറത്ത് വിടുന്നുണ്ട്. റേഡിയേഷൻ നമുക്ക് എനർജി പ്രൊഡക്ഷന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതന്നെ ഹാംഫുള്ളായ രീതിയിലും വരുന്നുണ്ട്. അപ്പോൾ ഓവറായിട്ട് നമുക്ക് റേഡിയേഷൻസ് കാര്യങ്ങൾ നമ്മുടെ ബോഡിയിലായി നമ്മുടെ ഹെയർ ലോസ് ഉണ്ടാവാനും നമ്മുടെ സ്കിൻ ഡാമേജ് ആവാനും പ്ലാന്റ്സിനായാലും ആനിമൽസിനായാലും ഈവൻ അത് അവരുടെ ഡെത്ത് ഉണ്ടാവാനും ക്യാൻസർ ഉണ്ടാവാനും ഒക്കെ ഇത് കാരണമാവുന്നുണ്ട്. നമ്മുടെ ജനറ്റിക് മോഡിഫിക്കേഷനും ബർത്ത് ഡിഫക്റ്റ് ഉണ്ടാവാനും ഒക്കെ ഇത് കാരണമാവുന്നുണ്ട്. അപ്പം എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാമെന്ന് വെച്ചാൽ ഇതുപോലുള്ള റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസിനെ പ്രോപ്പറായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഡിസ്പോസ് ചെയ്യണം. അതുപോലെ തന്നെ സേഫ്റ്റി മെഷേഴ്സ് കാര്യങ്ങളൊക്കെ സ്ട്രിക്റ്റ്ലി നമ്മൾ അത് ഫോളോ ചെയ്യണം. അതുപോലെ ന്യൂക്ലിയർ പവർ പ്ലാന്റ്സിലൊക്കെ ലീക്കേജ് ഇല്ലാണ്ട് എപ്പോഴും നമ്മളതിനെ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കണം. അങ്ങനത്തെ പവർ പ്ലാന്റ്സിനൊക്കെ വളരെ അക്യൂറേറ്റ് ആയിട്ട് വളരെ കണ്ണിങ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? എപ്പോഴും അതിൻ്റെ ലീക്കേജ് ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. എപ്പോഴും നമ്മളൊരു മോണിറ്ററിങ്ങിലൂടെയൊക്കെ നമുക്കിതിൻ്റെ റിസ്ക് ഫാക്ടേഴ്സ് കുറക്കാൻ പറ്റും. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ലൈറ്റ് പൊല്യൂഷൻ. ഇന്നിപ്പോൾ നമുക്കറിയാം നമ്മൾ ഓവറായിട്ട് ലൈറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു വീട്ടിലാണെങ്കിൽ തന്നെ ഒരുപാട് രീതിയിൽ നമ്മൾ ലൈറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. പണ്ടൊക്കെ 1-2 ബൾബ് യൂസ് ചെയ്യുന്നതിന് പകരം ഇന്നിപ്പോൾ നമ്മൾ ഒരു വീടിൻ്റെ ഒരു അട്രാക്ഷനൊക്കെ വേണ്ടി ഒരുപാട് ബൾബ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിലൂടെയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഓവറായിട്ടുള്ള ലൈറ്റ് പൊല്യൂഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്. അങ്ങനെ ലൈറ്റ് പൊല്യൂഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഒരുപാട് എനർജിയാണ് വേസ്റ്റ് ആവുന്നത് അല്ലേ? ബിക്കോസ് ഇലക്ട്രിസിറ്റി ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഒരുപാട് വാട്ടറും വിൻഡ് എനർജി അങ്ങനെ ഒരുപാട് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് രീതിയിലൂടെയാണ് എനർജി ഉണ്ടാകുന്നത്. അപ്പോൾ ഒരുപാട് എനർജി യൂസേജും കൂടിയാണ് അവിടെ നടക്കുന്നത്. സോ അപ്പോൾ ആ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം? ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് സോളിഡ് വേസ്റ്റ് പൊല്യൂഷൻ. ഓക്കെ, പൊല്യൂഷൻ നമുക്ക് പഠിക്കാനുള്ള ലാസ്റ്റ് ടൈപ്പ് ഓഫ് പൊല്യൂഷനാണ് സോളിഡ് വേസ്റ്റ് പൊല്യൂഷൻ. സോ നമുക്ക് അൺവാണ്ടഡോ അല്ലെങ്കിൽ ഒരു ഡിസ്കാർഡ് ചെയ്യാൻ പറ്റാത്ത മെറ്റീരിയൽസിനെയാണ് നമ്മൾ സോളിഡ് വേസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോളിഡ് ഫോമിലുള്ള നമുക്ക് അൺവാണ്ടഡ് അല്ലെങ്കിൽ അൺഡിസ്കാർഡഡോ ആയിട്ടുള്ള മെറ്റീരിയൽസിനെയാണ് സോളിഡ് വേസ്റ്റ് എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പലപ്പോഴും ഇന്ന് ഈ സോളിഡ് വേസ്റ്റ് ഒരു ഇമ്പോർട്ടൻറ്റ് പൊല്യൂഷനാണ്. അതായത് എങ്ങനെ ഡിസ്പോസ് ചെയ്യണം, എവിടെ ഡിസ്പോസ് ചെയ്യണം എന്നുള്ളത് വലിയൊരു ചർച്ചയാണ് ഇപ്പോഴും. ഏക്കറക്കണക്കിന് സ്ഥലം ഇതുപോലെ ഇപ്പം വേസ്റ്റ് കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. പക്ഷെ ഇതൊന്നും പ്രോപ്പറായി ഡിസ്പോസ് ചെയ്യാൻ ഇന്നും പറ്റുന്നില്ല. അപ്പോൾ ഇങ്ങനത്തെ സോളിഡ് വേസ്റ്റ് കാരണം ഒരുപാട് രോഗങ്ങളുണ്ടാവാനും ഒരുപാട് പ്ലേസസ് വേസ്റ്റ് ആവാനും ഇനി ഇൻ കേസ് അത് കത്തിച്ച് കഴിഞ്ഞാൽ ഒരുപാട് പൊല്യൂഷൻസ് ഉണ്ടാവാനൊക്കെ കാരണമാവുന്നുണ്ട്. അത് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല മെത്തേഡാണ് റീയൂസബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് യൂസ് ചെയ്യുക. ഇപ്പം ബോട്ടിൽസ് ആണെങ്കിൽ നമ്മൾ റീയൂസബിൾ ബോട്ടിൽസ് യൂസ് ചെയ്യുക. ബാഗ്സ് ആണെങ്കിലും ഇപ്പോൾ കവറിന് പകരം നമ്മൾ എന്ത് ചെയ്യാം? ഒരു പേപ്പർ ബാഗോ അല്ലെങ്കിൽ ക്ലോത്ത് ബാഗോ യൂസ് ചെയ്യാം. റീയൂസ് ചെയ്യുക എന്നുള്ളത് വളരെ അല്ലെങ്കിൽ റീസൈക്കിൾ ചെയ്ത് യൂസ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ സെക്കൻഡ് ഹാൻഡ് കാര്യങ്ങളൊക്കെ മറ്റുള്ളവർക്ക് കൊടുക്കുക. ഇപ്പോൾ ഡ്രസ്സാണെങ്കിലും നമ്മൾ ഡൊണേറ്റ് ചെയ്യുക. അപ്പോൾ അതവിടെ വേസ്റ്റ് ആവാതെ വീണ്ടും കുറേ പേർക്ക് അത് യൂസ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നുണ്ടല്ലേ. സോ അപ്പോൾ ആ രീതിയിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? സോളിഡ് വേസ്റ്റ് കാര്യങ്ങളൊക്കെ ഒരു പരിധി വരെ കുറക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു പൊല്യൂഷൻ കാര്യങ്ങൾ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് പ്രിവെൻഷൻ, റെഡ്യൂസ് ചെയ്യുക, റീയൂസ് ചെയ്യുക, റീസൈക്കിൾ ചെയ്യുക, റിക്കവർ ചെയ്യുക, ഡിസ്പോസ് ചെയ്യുക. അങ്ങനെ ഡിഫറെൻറ്റ് മെത്തേഡിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതുപോലെയുള്ള വേസ്റ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് കുറക്കാൻ പറ്റും, പൊല്യൂഷൻസ് കാര്യങ്ങൾ കുറക്കാൻ പറ്റും. സോ ഇത്രയാണ് നമുക്ക് പൊല്യൂഷനിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതാണ് നാച്ചുറൽ ഹസാർഡ്സ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്. സോ ഇപ്പോൾ ഹസാർഡ്സ് എന്ന് വെച്ചാൽ ഒരു പെട്ടെന്ന് ഹ്യൂമൻ ലൈഫിൽ വരുന്ന ത്രെട്ട്, ഡേഞ്ചറസ് സിറ്റുവേഷനൊക്കെയാണ് നമ്മൾ ഹസാർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഡിസാസ്റ്റർ എന്ന് വെച്ചാൽ ഒരു കംപ്ലീറ്റ് ആയിട്ടും അത്രയും ഒരു ഡാമേജ് ഉണ്ടാകുന്ന അല്ലെങ്കിൽ ഹ്യൂമൻ ലൈഫിനും പ്രോപ്പർട്ടിക്കൊക്കെ ഡാമേജ് ഉണ്ടാകുന്നതിനെയാണ് ഡിസാസ്റ്റർ എന്നുള്ള ടേം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഹസാർഡ്സിൻ്റെ കോൺസിക്വൻസ് വളരെ കുറവായിരിക്കും. പക്ഷേ ഡിസാസ്റ്ററിന് അത്രയും ഒരു ക്രിട്ടിക്കൽ കോൺസിക്വൻസാണ് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡിസാസ്റ്റർ നോക്കുകയാണെങ്കിൽ എർത്ത് ക്വൈക്ക്, ലാൻഡ് സ്ലൈഡ്സ്, ഇതൊക്കെ ഡിസാസ്റ്റേഴ്സാണ് അല്ലേ. എർത്ത് ക്വൈക്ക് എന്ന് വെച്ചാൽ എന്താണ്? എർത്തിൽ വരുന്ന ലാർജ് വൈബ്രേഷൻസ് കാരണം ഒക്കെയാണ് ബിൽഡിങ്സ് നശിക്കാനും മരങ്ങൾ കുറേ അതായത് സാൻഡ് ഇതാവാനും അതുപോലെ തന്നെ റോഡ് ഒക്കെ നശിക്കാനൊക്കെ ഇത് കാരണമാവുന്നുണ്ട്. അതുപോലെ തന്നെ ലാൻഡ് സ്ലൈഡ്, ഈ കൂടുതലായിട്ടും ഈ കുന്നിൻ്റെ മേലുള്ള മരങ്ങളൊക്കെ പോകുന്ന സമയത്ത് വെള്ളം ഇറങ്ങിയിട്ട് എന്ത് ചെയ്യും? മണ്ണിൻ്റെ മേലത്തെ പാളി ഭയങ്കരമായിട്ട് സോഫ്റ്റായിട്ട് അത് മൊത്തത്തിൽ അടർന്ന് വരുന്നതിനാണ് ലാൻഡ് സ്ലൈഡ്സ് എന്ന് പറയാം അല്ലേ. അപ്പം അവിടെ ഒരു മാസ് വേസ്റ്റിങ് അതായത് മൊത്തത്തിൽ ആ സ്ഥലങ്ങൾ അതായത് കൂടെ ഈ മണ്ണിൻ്റെ കൂടെ തന്നെ അവിടെയുള്ള കല്ല് കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട് തന്നെ അത് ഒരുപാട് ലൈഫ്സിനെയും പ്രോപ്പർട്ടി ഡാമേജിനൊക്കെ കാരണമാവുന്നുണ്ട്. അതുപോലെ ഡിസാസ്റ്ററാണ് വോൾക്കാനിക് ഇറപ്ഷൻ എന്ന് പറയുന്നത്. നമുക്കറിയാം നമ്മുടെ ചുറ്റും ഒരുപാട് വോൾക്കാനിക്
വോൾക്കാനോ ഉണ്ടല്ലേ, അത് പലതും ആക്റ്റീവ് അല്ല, ചിലത് ചില സമയത്താണ് ആക്റ്റീവ് ആവുക, ചിലത് ഭയങ്കര ഡേഞ്ചറായിട്ട് ആക്റ്റീവ് ആവുന്നുണ്ട്. അപ്പോൾ നമ്മുടെ എർത്തിൻ്റെ അണ്ടറിലുള്ള മാഗ്മ, ലാവ തുടങ്ങിയ ചുട്ടുപഴുത്ത ലാവാസ് എന്ത് ചെയ്യാണ്, പുറത്ത് വരുന്നതിനെയാണ് വോൾക്കാനിക് ഇറപ്ഷൻ കൊണ്ട് പറയുന്നത്. സോ അപ്പോൾ ഈ വോൾക്കാനിക് ഇറപ്ഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇവിടെ ഭയങ്കര ടെമ്പറേച്ചർ കൂടാനും അവിടുത്തെ എയർ ഭയങ്കര പൊല്യൂട്ട് ആവാനൊക്കെ കാരണമാവുന്നുണ്ട്. ഓക്കെ, അപ്പം പല സ്ഥലത്തും ഇപ്പോഴും ആക്റ്റീവ് ലാവാസ് ഉണ്ട്, പക്ഷേ പലതും ആക്റ്റീവ് അല്ലാത്ത ലാവാസാണ്. അപ്പം ഇതും എപ്പം പുറത്ത് വരും, എങ്ങനെ പുറത്ത് വരും നമുക്കും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. സോ അപ്പോൾ അതും എന്താണ് ഒരു ഡിസാസ്റ്ററായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം.